ഹലോ, ഇന്നത്തെ എൻ്റെ റെസിപ്പി കോവയ്ക്ക ക്യാരറ്റ് പൊരിയൽ. ഈസിയാണ്, ടേസ്റ്റിയാണ്. വെൽക്കം ടു റെഡ്നെസ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുമ്പോൾ നമ്മൾ 1 ടീസ്പൂണോളം കടുക് ഇടുന്നു. അത് ക്രാക്കിലായ ശേഷം നമ്മൾ 1/2 ടീസ്പൂണോളം ജീരകം ഇടുന്നുണ്ട്. അത് ക്രാക്കിലാകുമ്പം കുറച്ച് കടലപ്പരിപ്പിടുക. ഇന്ന് ആ കടലപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ 2 ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചുവന്നുള്ളി, വേപ്പിൻ്റെ ഇല. ഇനി അതൊക്കെ ഒന്ന് നല്ലോണം വാടി വരണം. നമ്മൾ ചുവന്നുള്ളിയൊക്കെ ഒന്ന് നല്ലോണം സോഫ്റ്റനാവണം. അപ്പോൾ ഇത് നന്നായി വന്നിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. പിന്നെ എരിവ് നമ്മുടെ ആവശ്യത്തിന്. ഇതിൽ ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും സാദാ മുളക് പൊടി ആഡ് ചെയ്തേക്കുന്നത്. ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ആഡ് ചെയ്യാണ്. അന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അതൊന്ന് വാടി വരുമ്പോൾ നമ്മൾ ക്യാരറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മളതൊന്ന് അടച്ച് വേവിക്കണം. നമ്മളതൊന്ന് തുറന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കുകയും ചെയ്യാം. ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മളിതുവരെയ്ക്കും ഇതിൽ ഉപ്പിട്ടിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് ഈ കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്യാം. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് അടച്ച് വേവിക്കാം. അപ്പോൾ കറിയുടെ പീസസിലൊക്കെ നമ്മുടെ ഉപ്പ് പിടിച്ച് കിട്ടും. വെള്ളം നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് നമ്മൾ വലിച്ച് പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം നാരങ്ങ നീര്. ഈ ക്യാരറ്റിന് ചെറിയ മധുരം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് സബ്സൈഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതൊരു ഡ്രൈ ഡിഷാണ്. റൈസിൻ്റെ ഒപ്പം കഴിക്കാൻ അടിപൊളിയാണ്. ഇനി ഇതൊരു ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. കോവയ്ക്ക ക്യാരറ്റ് പൊരിയൽ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാനെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.